വയനാട് ദുരന്ത ബാധിതർക്ക് 100 വീട് വെച്ച് നൽകുന്നു മുസ്ലിം ലീഗ്. നല്ല കാര്യം തന്നെയാണ്. മുസ്ലിം ലീഗാണ് ആദ്യം നടപടികൾ സ്വീകരിച്ചത്. പണം പിരിച്ചത് ഏകദേശം 40 കോടിയോളം രൂപ ഓപ്പണായിട്ട് വളരെ സുതാര്യമായിട്ട് ആപ്പ് ഉപയോഗിച്ച് പിരിച്ചെടുത്തിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞ പാർട്ടിയാണ് ലീഗ്. 100 വീടാണ് നിർമ്മിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 51 വീട് പൂർത്തിയായി. പാല് കാച്ചൽ ചടങ്ങ് അടുത്തു തന്നെ നടക്കാൻ പോകുന്നു. അതുവരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ദുരിതബാധിതരിൽ നിന്ന് 12,000 രൂപ വീതം പിരിച്ചെടുക്കുന്നു ലീഗ് വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങിന് വേണ്ടി എന്നാണ്. വെറുതെ പറയുന്നതല്ല. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ശാഖാ പ്രസിഡന്റും മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മൻസൂർ, ജംഷീർ തുടങ്ങിയവർ അഡ്മിന്മാരായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ദുരിതബാധിതരെ ചേർത്ത് അവരിൽ നിന്നാണ് പണം ഈടാക്കുന്നത് എന്ന് ദുരിതബാധിതർ തന്നെ പറഞ്ഞിരിക്കുന്നു. 2 പേർ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് വാർത്ത വന്നത്. തെറ്റാണെങ്കിൽ ഇതുവരെയും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗ് നേതാക്കൾ എന്നുകൂടി ഓർക്കണം. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ശാഖാ പ്രസിഡന്റും മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മൻസൂർ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകനായ ജംഷീർ എന്നിവർ അഡ്മിന്മാരായ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ പണം പിരിക്കുന്നത്. ദുരിതബാധിതർ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണിത്. അതിലൂടെയാണ് പണം പിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയ ആളുടെ പേരടക്കമാണ് സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരിക്കുന്നത്. നാസർ PS 12,000, നാസർ CT 12,000, ലത്തീഫ് K 12,000, ചന്ദ്രൻ ബാപ്പു 12,000, ഭാരതി K 12,000, ബാലൻ 12,000, ഷറഫുദ്ദീൻ PV 12,000, CK ബാബ 12,000 എന്നിങ്ങനെ മോഹൻ മിനി, മുഹമ്മദ് അലി, സാബി, രാജേഷ് തങ്ക, ചിന്നപ്പൻ, അഷ്റഫ് അളിയൻ, നിസാർ ബാപ്പു, ഉണ്ണി രമ്യ, ഷറഫു ഫൈസി, C മൊയ്തീൻ എന്നിങ്ങനെ ആളുകളിൽ നിന്ന് 12,000 രൂപ പിരിക്കുന്നു എന്നതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ നിഷേധിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കളാണ്. ഇത്തരം വാർത്ത പരക്കുന്നത് ശരിയല്ല എന്ന് പറയണം. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇതാണോ ലീഗിൻ്റെ സേവനം എന്ന് ചോദിച്ചുകൊണ്ട് ലീഗിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. വീട് ലഭിച്ച ദുരന്ത ബാധിതരോട് ഗൃഹപ്രവേശനത്തിന് ആവശ്യപ്പെടുന്നത് 12,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരിൽ നിന്ന് നിർബന്ധിത പണപ്പിരിവുമായി മുസ്ലിം ലീഗ്. പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടവർ ഉടൻ 12,000 രൂപ വീതം നൽകണമെന്നാണ് നേതാക്കളുടെ അന്ത്യശാസനം. ലീഗ് നൽകിയ വീട്ടിലെ ഗൃഹപ്രവേശ ചടങ്ങിന് എന്ന പേരിലാണ് പണപ്പിരിവ്. വീട് കൂടൽ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് പണം പിരിക്കുന്നത്. വീട് കൂടൽ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് പണം പിരിക്കുന്നത്. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ശാഖാ പ്രസിഡന്റും മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മൻസൂർ, ജംഷീർ എന്നിവരാണ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ. ഇവർക്കാണ് പണം നൽകേണ്ടത്. വീട് നൽകിയ 50 പേരെയും ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. പണം നൽകിയവരുടെ പേരുകൾ ഗ്രൂപ്പിൽ പരസ്യപ്പെടുത്തി നൽകാത്തവരെ സമ്മർദ്ദത്തിലാക്കുന്നു. നേതാക്കൾ ഫോൺ വിളിച്ചും പണം ആവശ്യപ്പെട്ടതായി ദുരന്തബാധിതർ പറഞ്ഞു. ദുരന്തബാധിതർക്കായി 51 വീടാണ് ലീഗ് നിർമ്മിച്ചത്. വീട് കൈമാറി 1 മാസം പിന്നിട്ടെങ്കിലും താമസയോഗ്യമായിട്ടില്ല. 27-നാണ് ഗൃഹപ്രവേശന ചടങ്ങ്. വീട് ലഭിച്ചവരുടെ 20 ബന്ധുക്കൾ ചടങ്ങിൽ പങ്കെടുക്കാം. ഇവർക്ക് ഭക്ഷണം നൽകാനാണ് പണമെന്നാണ് വിശദീകരണം. എന്നാൽ 20 പേർക്ക് ഭക്ഷണം നൽകാൻ 12,000 രൂപ വീതം പിരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടിയില്ല. സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ വീതം വാങ്ങി ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവായതിനാൽ ഇവർക്ക് വാടക ലഭിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് വാങ്ങി ഞങ്ങൾക്ക് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയും കൈപ്പറ്റി പിരിഞ്ഞു പോയവരാണ്. ഏകദേശം 100ഓളം പേരുണ്ട്. അങ്ങനെ അവർക്കാണ് മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ സർക്കാർ വാടക നൽകുന്നില്ല താമസിക്കാൻ. വലിയ നഷ്ടമാണ് 15 ലക്ഷം രൂപ വാങ്ങിപ്പോയവർക്കുള്ളത്. ടൗൺഷിപ്പിൽ ലഭിച്ചതുപോലെയുള്ള സൗകര്യങ്ങളുള്ള വീടും ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു വിഷയം. എന്നിരുന്നാലും വീട് വെച്ച് നൽകാമെന്ന മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് പലരും 15 ലക്ഷം രൂപ വാങ്ങി ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. ഇതിനേക്കാളും വലിയ സർക്കാർ നിർമ്മിക്കുന്നതിനേക്കാളും വലിയ വീട് വെച്ച് നൽകും, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ വീടായിരിക്കും എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് അന്ന് പറയുകയും ചെയ്തത്. 40 കോടി രൂപ ആപ്പ് വഴി പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വഴിയിലും പണം പിരിച്ചിട്ടുണ്ടോ എന്നത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ആപ്പ് വഴി 40 കോടി രൂപ പിരിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വീട് വെച്ച് നൽകിയ 51 പേരിൽ നിന്നാണ് 12,000 രൂപ വീതം വീണ്ടും പിരിച്ചെടുക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു വാർത്തയും കൂടി വന്നിരുന്നു. ഈ വീടുകൾക്ക് ഒന്നും ചുറ്റുമതിലില്ല, ചുറ്റുമതിൽ ആവശ്യമുള്ളവർ അവർ തന്നെ ചുറ്റുമതിൽ കെട്ടണം എന്ന് വെച്ചാൽ ദുരന്ത ബാധിതർ തന്നെ ചുറ്റുമതിൽ കെട്ടണം എന്ന നിർദ്ദേശവും കൂടി നേരത്തെ വന്നിരുന്നു എന്ന വാർത്ത വന്നിരുന്നു. പിന്നീട് അത് മാറ്റിയോ മുസ്ലിം ലീഗ് എന്നറിയില്ല. എന്തായാലും ദുരന്ത ബാധിതർക്ക് ഒരു ബാധ്യതയായി മാറുകയാണോ
മുസ്ലിം ലീഗിൻ്റെ വീട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. എന്തായാലും 12,000 രൂപ വീതം പിരിക്കുന്നത് ശരിയല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പണം പിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പിന്മാറണം. ഇതുവരെയും മുസ്ലിം ലീഗ് നേതാക്കൾ പണം പിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് പണം പിരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും സ്ക്രീൻഷോട്ട്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് നിഷേധിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയില്ല. എന്തായാലും ദുരന്തബാധിതരിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയല്ല. ഇത്രയും തുക ചെലവഴിച്ച് വീട് വെച്ച് നൽകിയ മുസ്ലിം ലീഗിന് ഒരു പാലുകാച്ച ചടങ്ങിന് വേണ്ടി കുറച്ച് തുക സംഭരിക്കാൻ, ശേഖരിക്കാൻ അല്ലെങ്കിൽ മറ്റു വഴിയിലൂടെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമേ അല്ല. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇതിന് പിറകിൽ. പണപ്പിരിവ്, ദുരന്തബാധിതരുടെ കണ്ണീരുപയോഗിച്ച് പിരിച്ച പണം അത് അവർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ചിലവഴിക്കാതെ വകമാറ്റി ചിലവഴിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുസ്ലിം ലീഗ് മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് നടത്തിയത്. അവസാന നിമിഷം അതിൽ വെള്ളം ചേർക്കാൻ പാടില്ലായിരുന്നു. കോൺഗ്രസിൻ്റെ വഴിയെ, യൂത്ത് കോൺഗ്രസിൻ്റെ വഴിയെ മുസ്ലിം ലീഗ് സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു.